ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് എഗ് നൂഡിൽസ് ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ സോയാ സോസൊന്നും ചേർക്കുന്നില്ല. മാത്രമല്ല നമ്മളിതിൽ കുറച്ചധികം വെജിറ്റബിൾസും എഗ്ഗും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ബോയിലായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ചേർക്കാം. ഇനി ഇതുപോലെ വെന്ത് കിട്ടുമ്പോൾ നമുക്ക് നൂഡിൽസ് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ വെളുത്തുള്ളി അരിഞ്ഞതാണ്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 എണ്ണമൊക്കെ ചേർക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു എഗ്ഗാണ്. അപ്പോൾ നമുക്കിതിലേക്ക് എഗ്ഗ് പൊട്ടിച്ച് ചേർക്കാം. എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്കൊരു 4 to 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ഹാഫ് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലെ മുട്ട കുത്തി പൊരിക്കാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. ഇനി ഇതൊന്ന് മിക്സായ ശേഷം നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഇതിലേക്കിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. കുറച്ച് തിന്നായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് കാബേജ് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം കാബേജാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാബേജ് അധികം ചേർക്കരുത്, ഒരു ചെറിയ പീസ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ കാബേജ് 1-2 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ വെജിറ്റബിൾസ് എല്ലാം ഒരു 1/4 ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഗിയുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എടുക്കാം. ഇനി നമുക്ക് ഈ നൂഡിൽസ് വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ആ മാഗിയുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ പാക്കിലുള്ള ആ മസാല തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിന് കൂടെ കിട്ടുന്ന മസാല ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലയോ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വല്ലപ്പോഴും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടെ ചേർത്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കുറച്ചുകൂടെ ഹെൽത്തിയാണ്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ? ഇത് വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. ഒരു വട്ടം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഫൈനലി ഞാനിവിടെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.